ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ ഇനി വരാൻ പോകുന്നത് SSCയുടെ നിരവധി എക്സാംസുകളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ജൂൺ ജൂലൈ മാസങ്ങൾ തൊട്ട് തുടങ്ങി നമ്മുടെ SSC, CGL, CHSL, MTS, CPO അങ്ങനെ തുടങ്ങി ഒരുപാട് എക്സാംസ് ആണ് ഇനി നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റായിട്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന കുറേ വീഡിയോസ് ആണ് നമ്മൾ ഇനി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ എല്ലാവരും ചോദിച്ച ഒരു കാര്യമാണ് MTS എങ്ങനെ പഠിക്കണമെന്നുള്ളത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം SSCയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിനേഷനായ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ഒരൊറ്റ ടയർ എക്സാമിനേഷനായ SSC MTS അത് നേടിയെടുക്കാൻ നമുക്ക് അത്രയും ഈസിയാണ് നമ്മൾ മാക്സിമം നമ്മുടെ എഫേർട്ട് ഇട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സഹായങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏത് ബുക്ക് വാങ്ങിച്ച് പഠിക്കണം, ഏത് സ്റ്റഡി സ്ട്രാറ്റജി യൂസ് ചെയ്യണം, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെയുള്ള കുറേ ഡൗട്ട്സ് നിങ്ങളുടെ മൈൻഡിൽ. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത്, നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നോക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ കഴിഞ്ഞിട്ടാണ് MTS വരുന്നത്. ഏകദേശം ഒരു 6 മാസത്തിന്റെ ടൈം എന്തായാലും നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കും. ആ 6 മാസം നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങളെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് SSC MTS എന്ന് പറയുന്നത്. അപ്പോൾ ആ MTSന് വേണ്ടിയായിട്ട് ബുക്സ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടതായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു സൈഡ് വേസ് ആയിട്ട് ഒരു ഗൈഡൻസ് എന്നുള്ള രീതിയിൽ നോക്കാനുള്ള ഒരു സാധനമായിട്ടാണ് ബുക്സ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ബുക്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യമായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, SSC MTS മാത്രമല്ല ഏതൊരു എക്സാമിനേഷൻ എടുത്താലും നിങ്ങൾ ആദ്യമായിട്ട് നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ സിലബസ് ആണ്. സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഇനി വരാൻ പോകുന്ന ടൈം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്താണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്നുള്ളൊരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയാം SSC MTS എന്ന് പറയുന്നത് ബാക്കിയുള്ള എക്സാംസിനെ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു എക്സാമിനേഷനാണ്. അതായത് ഇതിൻ്റെ ഒരു സിലബസ് പാറ്റേൺ ഡിഫറൻ്റ് ആണ്. സിലബസ് പാറ്റേണിൽ എക്സാം കണ്ടക്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. അതായത് 2 സെഷൻസ് ആയിട്ടാണ് എക്സാം നടത്തുന്നത്. 2 സെഷൻസ് ആയിട്ടാണ് നടത്തുന്നത്. അതായത് 1, 2 ഉള്ള ഈ 2 സബ്ജക്റ്റ് എത്രയാണ്, ഒരു സെക്ഷൻ ആയിട്ടും ബാക്കിയുള്ള ഈ 2 സബ്ജക്റ്റ് എത്രയാണ്, രണ്ടാമത്തെ സെഷൻ ആയിട്ടാണ് നടത്തുന്നത്. അതിൽ നമ്മുടെ ഫസ്റ്റ് സെഷൻ എന്നറിയപ്പെടുന്ന മാത്സും റീസണിങ്ങും 40 ക്വസ്റ്റ്യൻസ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, 120 മാർക്കിന് നടത്തുന്ന ഈ 40 ക്വസ്റ്റ്യൻസ് വെറും എന്താണ്, ക്വാളിഫയിങ് ആണ്. എന്താണ്, ക്വാളിഫയിങ് മാർക്സ് ആണ് അവിടെ ചോദിക്കുന്നത്. അവിടെ എന്തും ഇല്ല, നെഗറ്റീവും ഇല്ല എന്നുള്ളൊരു കാര്യം ആലോചിക്കുക. നെഗറ്റീവ് ഇല്ല, നോ നെഗറ്റീവ് ആണ്. അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഓക്കെ, അപ്പം നിങ്ങൾ കറക്റ്റ് ആണ്. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. കാരണം അതിൽ ഇത്ര ക്വസ്റ്റ്യൻസ് ശരിയാവണം എന്നുള്ളൊരു കാര്യമുള്ളൂ. ക്വാളിഫയിങ് ആയാൽ മാത്രം മതി. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് സെഷൻ മാത്സും റീസണിങ്ങും ആണ്. അത് നമുക്ക് ക്വാളിഫയിങ് ആയാൽ മതി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട SSC MTSന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് GKയും ഇംഗ്ലീഷിലുമാണ്. രണ്ടാമത്തെ സെഷനായ GKയും ഇംഗ്ലീഷിലും നോളജ് കൂടുതലാണെങ്കിൽ MTS ക്രാക്ക് ചെയ്യാൻ ഈസിയാണ്. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് MTS നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. കാരണം മാത്സിൽ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലേ. മാത്സ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചിലപ്പോൾ പഠിച്ചെടുക്കാനുള്ള എന്താണ് ഡിഫിക്കൽട്ടി ഉള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ MTS എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് അറിയാം 120 മാർക്കാണ് ക്വാളിഫയിങ് എന്ന് പറയുന്ന മാത്സും റീസണിങ്ങും. ബാക്കി വരുന്ന GKയും നമ്മുടെ ഇംഗ്ലീഷും ആണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. 150 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് കേട്ടോ. 150 മാർക്കാണ് വരുന്നത്. ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ്. അതാണ് ആ 50 ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാനാണ് ഇനിയുള്ള നമ്മുടെ പ്രയത്നങ്ങൾ ഉണ്ടാവേണ്ടതെന്ന് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. അവിടെ എന്തുണ്ട്, നെഗറ്റീവ് ഉണ്ട് കേട്ടോ. അവിടെ നെഗറ്റീവ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ സെക്ഷൻ 2 നമുക്ക് നന്നായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബുക്സിനെ പറ്റിയിട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ എത്രയൊക്കെ ബുക്സ് മേടിച്ചു വെച്ചു പഠിക്കുന്നു എന്നുള്ളതിലല്ല. ആദ്യം ഇതിൻ്റെയൊക്കെ ഏറ്റവും നിലവാരമുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, എപ്പോൾ പഠിക്കുമ്പോഴും നമുക്ക് ഡയറക്റ്റ് ബുക്ക് എടുത്ത് വെച്ച് പഠിക്കാനായിട്ട് പറ്റത്തില്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിലബസ് നിങ്ങൾ കവർ ചെയ്യണം. എന്ത് കവർ ചെയ്യണം, സിലബസ് കവർ ചെയ്യണം. അത് കഴിഞ്ഞ് എന്തുണ്ടാക്കണം, നിങ്ങൾ നോട്ട്സുകൾ ഉണ്ടാക്കണം. സിലബസ് കവർ ചെയ്ത് അതിൽ നിന്ന് നോട്ട്സുകൾ എഴുതി പഠിക്കണം. ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള സിലബസുകൾ കവർ ചെയ്യണം, നോട്ട്സ് എഴുതണം. അത് കഴിഞ്ഞ് റിവിഷൻ ചെയ്യണം. അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം, ബുക്സ് റെഫർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അല്ലെങ്കിൽ മോക്കുകൾ അറ്റൻഡ് ചെയ്യണം. ഇങ്ങനെയാണ് ആ ഒരു പാറ്റേൺ വരുന്നത്. ഒറ്റയടിക്ക് നമ്മളൊരു ബുക്ക് എടുത്ത് വെച്ച് വായിച്ചെന്ന് പറഞ്ഞ് നമുക്കൊന്നും ആവാൻ പോകുന്നില്ല. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ്
ഓർഡറിൽ പോയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഈ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്കൊരു ഗൈഡൻസ് ആണ്. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമുക്കൊരു സഹായം, നമ്മളൊരു മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഏതെങ്കിലും ഒരു സമയം നമുക്ക് എന്ത് ചെയ്യാനില്ല, ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ബസ്സിൽ പോവാണ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ ബുക്സ് ആണ്. ബുക്സ് എടുത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്നൊരു ഫൗണ്ടേഷൻ കിട്ടുമെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയുന്നത് ബുക്സ് ശരിക്കും ഒരു ഇൻഡെപ്ത് കവറേജ് ആണ് തരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ പെട്ടെന്ന് ഡൗട്ട് ഉണ്ടായി, ആ ഡൗട്ട് എന്താണെന്ന് നോക്കുക ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ബുക്ക് റെഫർ ചെയ്താൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. കാരണം നമ്മൾ ഇത്രയും നാളും പഠിച്ചു വന്നത് ബുക്സ് റെഫർ ചെയ്താണ്. ഇപ്പോഴാണ് നമ്മൾ ഇത്രയും സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്റർനെറ്റ്സ് യൂസ് ചെയ്ത് ഇത്രയും വർക്കുകൾ ചെയ്യുന്നത്. പക്ഷെ അല്ലാതെ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ബുക്സ് എന്താണ് ഒരു ഇൻഡെപ്ത് കവറേജ് ആണ് തരുന്നത്. അത് ഹെൽപ്പ് ആസ്പിറൻസ് ബ്രിങ് സ്ട്രോങ് ഫൗണ്ടേഷൻ. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഡെപ്ത് നോളജ് നമുക്ക് തരാനായിട്ട് ബുക്സ് സഹായിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് വന്നാൽ റെഫർ ചെയ്യാനുള്ള ഒരു സാധനമായിട്ട് മാത്രമേ നിങ്ങൾ ബുക്സിനെ കാണാവൂ. അല്ലെങ്കിൽ എന്താണ് ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണോ, നമ്മൾ പഠിച്ചതിൽ വല്ല കാര്യമുണ്ടോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബുക്സ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് സെഷൻസ് അറ്റൻഡ് ചെയ്യുക. നമുക്ക് ഫോൺ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ബുക്സിൽ എന്ത് ചെയ്യാം, എഴുതി പഠിക്കാം, നമുക്ക് നോട്ട്സുകൾ വരച്ചിട്ട് പഠിക്കാം, ഹൈലൈറ്റ് ചെയ്യാം, അങ്ങനെ എന്തു വേണോ ചെയ്യാൻ പറ്റുന്ന ബുക്സിലാണ്. അപ്പം അങ്ങനെ ഒരു സൈഡ് സഹായി എന്ന് തന്നെയാണ് നിങ്ങൾ ഏതിനെ കൂട്ടേണ്ടത്, ബുക്സിനെ കൂട്ടേണ്ടതെന്ന് മനസ്സിലാക്കിക്കോളുക. അപ്പോൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റ്, അതുപോലെ ആസ് വെൻ അസസ് ദ പ്രിപ്പറേഷൻ ലെവൽ ആൻഡ് ഐഡന്റിഫൈ ദ വീക്ക് ഏരിയാസ്. ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റും, ഈ ഏരിയ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഇത് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ എൻ്റെ സ്ട്രോങ് ഏരിയാസ് ആണ്, ഞാൻ ഇത് കവർ ചെയ്തതാണ്, എനിക്കൊന്ന് റിവിഷൻ മാത്രം ചെയ്താൽ മതി. അങ്ങനെയൊക്കെ നമുക്ക് രണ്ടായിട്ട് വേർതിരിച്ച് ഓരോ സാധനങ്ങളും പഠിക്കാൻ പറ്റുന്നത് ബുക്സിലൂടെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സഹായം മാത്രമാണ് ബുക്സ് എന്ന് മനസ്സിലാക്കിക്കോളാം കേട്ടോ. അപ്പൊ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സോ കോൺസെപ്റ്റോ എന്തെങ്കിലും ഒന്ന് മിസ്സായി പോയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് എൻ്റെ സിലബസ് എപ്പോഴെങ്കിലും റിവൈസ് ചെയ്യണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ക്വിക്കായിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ബുക്സുകളിലൂടെയാണ്. അതുപോലെ തന്നെ ഒരു ഓർഗനൈസ്ഡ് ആൻഡ് സ്ട്രക്ചേർഡ് അപ്രോച്ച് ആയിരിക്കും ബുക്സുകളിലൂടെ കിട്ടുന്നത്. ഒരു കറക്റ്റ് വേയിൽ നിങ്ങൾക്ക് ഇതാണെന്ന് പഠിക്കേണ്ടതെന്ന് വിചാരിച്ചാൽ ആ ഒരു കാര്യം മാത്രം നമുക്ക് ബുക്കിലുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഡയറക്റ്റ് നോക്കിപ്പോയാൽ മതി. അതിന് വേണ്ടിയായിട്ട് പല യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ പല വെബ്സൈറ്റുകളോ എന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, ചെക്ക് ചെയ്ത് പോകണ്ട. അങ്ങനെ ഒരു ടൈം വേസ്റ്റ് ആവുന്നില്ല. ഒരു ബുക്ക് ഉണ്ടെങ്കിൽ ആ ബുക്കിൽ ആ കണ്ടന്റ് ഉണ്ടായിരിക്കും, ആ കണ്ടന്റ് അപ്പം തന്നെ എടുത്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു സാധനത്തിന് വേണ്ടിയാണ് ബുക്സ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. അപ്പോൾ അതെന്താണ് ശരിക്കും പറഞ്ഞ ഒരു സപ്ലിമെന്റ് ആണ് കേട്ടോ, ഒരു സപ്ലിമെന്റ് ആണെന്ന് നിങ്ങൾ കരുതാവൂ. ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളൊരു വേ അല്ല ഞാൻ പറയുന്നത്, ഇതൊരു സപ്ലിമെന്റ് ആണ്. ഓൺലൈൻ റിസോഴ്സുകൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ ലെക്ചറുകളും അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫ്ലൈൻ ക്ലാസ്സസിനും ഒക്കെ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ആവാനുള്ള ഒരു സാധനം മാത്രമാണ് ബുക്ക്. അതിനങ്ങനെ കണ്ടു തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഒരു കോംപ്രഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സബ്ജക്റ്റിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സപ്ലിമെന്റ് ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കോളാം. അത് ആദ്യം തന്നെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ബുക്സ് പരിചയപ്പെടുത്തുന്നത്. കാരണം ഒരുപാട് വീഡിയോസ് ഞാൻ മുന്നേ ചെയ്യപ്പോഴും നിങ്ങൾ എല്ലാവരും പറയുന്നത് ബുക്സിന്റെ ആവശ്യമില്ല എന്നുള്ളൊരു കാര്യം ഒരുപാട് പേര് ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബുക്സ് എപ്പോഴും ഒരു സഹായിയാണ്, ഒരു സപ്ലിമെന്റ് ആണ്. നമുക്ക് ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണെന്നുള്ളൊരു കാര്യം മൈൻഡിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ബുക്സ് വാങ്ങിക്കാൻ. ഈ എല്ലാ ബുക്സും വാങ്ങിക്കണം എന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്ത് പഠിക്കാം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ മനസ്സിലാക്കി തരുന്നത്. കംപ്ലീറ്റ് ടോപ്പിക്ക് കവർ ചെയ്യണം. അതായത് ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ്, ജനറൽ നോളജ് അല്ലെ, GK എന്ന് പറയുന്ന സബ്ജക്ട്, ഇത്രയും സബ്ജക്റ്റുകൾ ഒത്തു പഠിക്കണം. കാരണം നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയി ജോയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ്സിൽ പോയി ജോയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ടൈമില്ല, അത്രത്തോളം ടൈമില്ല, എനിക്ക് ഒരുപാട് നേരം കുത്തിന്ന് പഠിക്കാനില്ല കാരണം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഒറ്റ ബുക്ക് മേടിച്ചാൽ മതി. ഇതുപോലെ ഒരു മിക്സഡ് ബുക്ക് വാങ്ങിച്ചാൽ മതി. അത് പിനാക്കിളിൻ്റെ ആണോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ KK പബ്ലിക്കേഷൻസ്, കിരൺസ് പബ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള പല PYQ സെഷൻസിൻ്റെ ഇത് കിട്ടും. അപ്പം അങ്ങനത്തെ ഫുൾ ചാപ്റ്റർ വൈസ് ബുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ച് പഠിക്കാം. ഇപ്പം ഏറ്റവും നമ്മൾ ബേസിക്കലി എല്ലാ SSC ആസ്പിറൻസും പഠിക്കുന്ന ബുക്ക് എന്ന് പറയുന്നത് പിനാക്കിളാണ്. അതുകൊണ്ടാണ് ഞാൻ പിനാക്കിളിൻ്റെ ബുക്ക് എടുത്തിട്ടുള്ളത്. പിനാക്കിളിൻ്റെ തന്നെ SSC MTS 2025 എന്ന് പറഞ്ഞ ബുക്കുണ്ട്. അതിലെന്താണ് ഇതുവരെ ചോദിച്ചിട്ടുള്ള ഇതിപ്പോൾ എന്താണ് പുതിയ എഡീഷനാണ് കേട്ടോ, 2025 എഡീഷനാണ്. അപ്പോൾ അതിലെന്താണ് ചാപ്റ്റർ വൈസ് ഓരോ കവറേജ്
കവറേജ് കൊടുത്തിട്ടുണ്ട്. ഇതിലെല്ലാ സബ്ജക്ട്സും പറയുന്നുണ്ട്, മാത്സ്, റീസണിങ്, GS, ഇംഗ്ലീഷ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡെപ്തിൽ ബുക്ക് യൂസ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാൻ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാക്ടീസ് സെഷൻസിന് വേണ്ടി മാത്രം മതി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫോളോ ചെയ്യാനാണ്, ഈ കംപ്ലീറ്റ് ടോപ്പിക്കിന് വേണ്ടി പിനാക്കിളിന്റെ ഈ ഒരു ബുക്ക് മാത്രം വാങ്ങിച്ചു വെച്ച് പഠിക്കാവുന്നതാണ്. കാരണം അതിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 5850 TCS MCQ അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാവുന്നതാണ്. TCS വെണ്ടർ മാറുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചർച്ച ഇതുവരെ നടന്നിട്ടില്ല, അങ്ങനെ മാറിയിട്ടുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് PYQ സെഷൻസ് അറ്റൻഡ് ചെയ്ത് പഠിക്കാം. അതിനൊക്കെ ഒരു ലോങ് പ്രോസസ്സാണ്, അതൊക്കെ മാറാനുള്ള ടൈം ഇനിയും എടുക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് അതുവരെ നിങ്ങൾക്ക് എന്തായാലും ധൈര്യമായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത് ബാക്കി പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി GK. നിങ്ങൾ GKയിൽ വീക്കാണ്, ഞാൻ പോയി പഠിച്ചിട്ടും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴെങ്കിലും റെഫർ ചെയ്യാൻ ഒരു ബുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ GKയുടെ ഏറ്റവും ബെസ്റ്റ് ബുക്ക് എന്ന് നമ്മൾ പറയുന്നത്, GK പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒന്നെന്ന് പറയുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ആയതുകൊണ്ട്, SSCയുടെ എക്സാംസുകൾ ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് സ്റ്റാറ്റിക് GK റിലേറ്റഡ് ടോപ്പിക്കുകളാണ്. സ്റ്റാറ്റിക് GK റിലേറ്റഡ് ടോപ്പിക്സ് ആയതുകൊണ്ടാണ് ഈ രണ്ട് ബുക്സുകളാണ് നമ്മൾ സ്റ്റാറ്റിക് GK. പിനാക്കിൾ എപ്പോഴും നമ്മൾ എന്താണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അഷുറൻസ് എന്ന് പറഞ്ഞാൽ പിനാക്കിളിലാണ്, എല്ലാവരും പഠിക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പിനാക്കിളാണ്. അല്ലാണ്ട് സ്റ്റാറ്റിക് GKന്റെ ഏറ്റവും ബെസ്റ്റ് ബുക്കായിട്ട് പിന്നെ നമ്മൾ അറിയപ്പെടുന്ന ഏതിനെയാണ്, ഗോഡ് ഫാദർ ബുക്ക്, നിയോൺ പബ്ലിക്കേഷൻസിന്റെ ബുക്കാണ്. നിയോൺ പബ്ലിക്കേഷന്റെ ഈ ഒരു സ്റ്റാറ്റിക് GK ബുക്ക് എന്ന് പറയുമ്പോൾ ഇതിൽ എന്ത് വരുന്നുണ്ട്, സ്റ്റാറ്റിക് GKയുടെ എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ SSCക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. SSC മാത്രമല്ല, റെയിൽവേക്ക് നിങ്ങൾക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാറ്റിക് GK ബുക്കാണ് ഏതെന്ന് പറയുന്നത്, നിയോൺ പബ്ലിക്കേഷൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിനാക്കിളാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റാറ്റിക് GKയുടെ ഈ ചാപ്റ്റർ വൈസ് കവറേജ് ഇവർ ഇങ്ങനെ തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അല്ല നിങ്ങൾക്ക് സ്റ്റാറ്റിക് GK അല്ല കവർ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടത് സബ്ജക്ട് നോളജ് ആണ്, ജനറൽ അവയർനെസ്, അതായത് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, നമ്മുടെ എക്കണോമിക്സ്, അങ്ങനത്തെ സബ്ജക്ട് നോളജ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ് ഏതെന്ന് പറയുന്നത്, ബ്ലാക്ക് ബുക്കിന്റെ ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബുക്കിന്റെ GK ഉണ്ട്, ബ്ലാക്ക് ബുക്കിന്റെ GK ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അല്ലെങ്കിൽ ലൂസെന്റ് എന്ന് പറയുന്ന ബുക്കുകളുണ്ട്, അതൊന്നും ഞാൻ കൂടുതൽ പറയാത്തത്, ഒരുപാട് ഡെപ്തിലാണ് അതിന്റെയൊക്കെ നോളജ് വരുന്നത്. അങ്ങനെ ഡെപ്തിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല MTSന് വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഈ ബ്ലാക്ക് ബുക്ക്, ജനറൽ അവയർനെസ്, BYQ സെഷൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ ബുക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൂസെന്റ് യൂസ് ചെയ്യാം, ഇല്ലാന്നൊന്നും പറയില്ല. നിങ്ങൾക്ക് ബാക്കിയുള്ള എക്സാംസിന് വേണ്ടി ഏറ്റവും ബെനിഫിറ്റ് ആണ് അതെന്ന് പറയുന്നത്. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഇത്രയും ബുക്സുകളാണ് നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പഠിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങി പഠിക്കാം. ചിലപ്പോൾ PDFs അവൈലബിൾ ആണെങ്കിൽ PDFs നോക്കി പഠിക്കാം. എങ്ങനെയായാലും നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിറ്റ് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ല യൂസ്ഫുൾ എന്നുള്ള രീതിയിലുള്ള ബുക്ക് മാത്രം വാങ്ങിച്ചു വെച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് എന്താ, ബുക്സ് നമുക്കൊരു സപ്ലിമെന്റ് മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഒരു ഗൈഡൻസോടെ ഓർഗനൈസ്ഡ് ആയിട്ട് പഠിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കോഴ്സിൽ ചേരാവുന്നതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സസിനാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ, ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ, ഇനി അല്ല യൂട്യൂബ് നോക്കി പഠിക്കണമെങ്കിൽ അങ്ങനെയും പഠിക്കാൻ നിങ്ങൾക്ക്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു ഓർഗനൈസ്ഡ് വേയിൽ പഠിക്കണമെങ്കിൽ കൃത്യമായിട്ട് ക്ലാസ്സസ് കണ്ട് തന്നെ പഠിച്ചു പോകണം. കാരണം സിലബസ് ഒക്കെ കവർ ചെയ്ത് പതിയെ റിവിഷനൊക്കെ തുടങ്ങി അങ്ങനെ ആ ഒരു പാറ്റേൺ കീപ്പ് ചെയ്ത് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. കാരണം നിങ്ങൾക്കറിയാം, ഇംഗ്ലീഷും GK ആണ് നമ്മുടെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു സബ്ജക്ട് ഏരിയ എന്ന് പറയുന്നത്. അത് നമ്മൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് ശ്രമിച്ചാൽ നടക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. കാരണം നമ്മളെ കൊണ്ട് ചിലപ്പോൾ എവിടെ നിന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള ബേസിക് ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒരു ക്ലാസ്സസിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ്, അതായത് നിങ്ങൾക്ക് ഓഫ്ലൈനിൽ വന്ന് പഠിക്കാൻ പറ്റാത്തവർക്കായിട്ട് ഓൺലൈൻ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ദിശ ലേണിംഗ് പ്ലാറ്റ്ഫോമിലാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ SSC MTSന്റെ ലൈവ് ബാച്ച് നമ്മുടെ ഏപ്രിൽ 22 ലോഞ്ച് ചെയ്യുന്നതേ ഉള്ളൂ. അതായത് നിങ്ങൾക്കറിയാം, ഇനി ഒരു 6 മാസത്തിന്റെ ടൈം ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. ആ 6 മാസത്തിനുള്ളിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളെ ഏറ്റവും ബെസ്റ്റ് രീതിയിൽ SSC MTSന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓൺലൈൻ വഴി കൊടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം, അല്ലെങ്കിൽ SSC MTSന്റെ ഈ ലൈവ് ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏപ്രിൽ 22 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിൽ ഏപ്രിൽ 22 മുമ്പേ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സസിൽ ജോയിൻ ചെയ്ത് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെക്കാളും മുന്നേ ഒരുപാട് പേര് തന്നെ പഠിച്ചു തുടങ്ങിയിട്ടും ഉണ്ടാവും. കാരണം അവർക്ക് അറിയാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ജോലി എന്നുള്ളത്. അപ്പോൾ ആ ഒരു ജോലി നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഏതൊരു പ്ലാറ്റ്ഫോമിൻ്റെ ആയാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺലൈൻ കോഴ്സോ അല്ലെങ്കിൽ ഓഫ്ലൈൻ കോഴ്സോ എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ദിശ അക്കാഡമിയുടെ കീഴിൽ വരുന്ന SSC MTSന്റെ ലൈവ് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അടുത്ത് പറയാനുള്ളത് ഇംഗ്ലീഷിന്റെ കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു കുറേ പേർക്ക്, അതായത് പറയുന്ന പോലെ തന്നെ സർക്കാർ
സ്കൂളിലൊക്കെ പഠിച്ചു വന്നവർക്ക് കുറേ ബുദ്ധിമുട്ടാണെന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സ് വെച്ചാൽ പഠിക്കാൻ പറ്റുന്ന സാധനം ഇംഗ്ലീഷിൽ നിന്ന് ചോദിക്കുന്നുള്ളൂ. അതാണ് ഏറ്റവും ബേസിക്കലി അറിയേണ്ടത്. നമ്മളടുത്ത് ആകെ ചോദിക്കുന്നത് വൊക്കാബ് സെഷനും അതുപോലെ തന്നെ എന്തുവാണ് ഗ്രാമർ സെഷനുമാണ്. നമുക്ക് കുറച്ച് വൊക്കാബ്സ് ഉണ്ട്, സിനോണിയംസ്, ആന്റോണിയംസ്, അതുപോലെ സിനോണിയംസ്, ആന്റോണിയംസ്, ഈ പറയുന്ന പോലെ തന്നെ ഓൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. അതായത് നമ്മൾ വൊക്കാബ് സെഷൻസിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സുകൾ അങ്ങനെ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ പറയുന്നുണ്ട് ഇഡിയംസ്, ഫ്രേസസ്, ഓൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സിനോണിയംസ്, ആന്റോണിയംസ്, നമ്മുടെ ഫ്രേസൽ വെബ്സ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് ഇംഗ്ലീഷ് വൊക്കാബുലറിൽ. അത് പഠിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ടൈമിൻ്റെ ഒരു ഭാഗം നിങ്ങൾ എന്തിനും GK-ക്കും ഇംഗ്ലീഷിന് വേണ്ടിയായിട്ട് മാറ്റണം. MTSന് വേണ്ടിയായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഇംഗ്ലീഷാണ് പഠിക്കുന്നതെങ്കിൽ വൊക്കാബ്സിന് സെപ്പറേറ്റ് ടൈം കൊടുക്കണം, അതുപോലെ തന്നെ ഗ്രാമറിനും സെപ്പറേറ്റ് ടൈം കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഈ ബ്ലാക്ക് ബുക്കിന്റെ ഇംഗ്ലീഷ് വൊക്കാബുലറി സെഷൻസ് മാത്രമാണ്. കാരണം വൊക്കാബുലറി ഏകദേശം ഒരു 10 മാർക്കിനകത്ത് വെച്ച് നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ 10 മാർക്ക് നിങ്ങൾ നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഇത്ര വൊക്കാബ്സ് വെച്ച് പഠിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവണം, ന്യൂസ് പേപ്പർ റീഡിങ് ഒരു ഹാബിറ്റ് ആക്കണം. കാരണം ഹിന്ദു ന്യൂസ് പേപ്പറിലേക്ക് കുറേ വേർഡ്സുകൾ പരിചയമാവണം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് സീരീസ് ഒക്കെ കാണണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പോഡ്കാസ്റ്റുകൾ കാണണം. അങ്ങനെ ഇംഗ്ലീഷിൽ ഒരു നോളജ് ഉണ്ടാവാൻ, ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളായിട്ട് ശ്രമിച്ചാൽ നടക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് അത്രയ്ക്ക് പാടായിട്ടുള്ള ഒരു കാര്യമല്ല. എന്നും ചോദിക്കുന്ന കുറേ വേർഡ്സ് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂസ്ലി ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് ഡെയിലി ഇത്ര വൊക്കാബ്സ് വെച്ച് പഠിക്കുമെന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുത്താൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണ്. അപ്പം ഞാൻ ഏറ്റവും ബെസ്റ്റ്, ഇപ്പം ഇത്രയും ബുക്സ് നിങ്ങൾ മേടിച്ചില്ലെങ്കിലും വൊക്കാബ് സെഷൻ്റെ ഈ ഒരു ബുക്ക് വായിച്ചു വെച്ച് പഠിക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു എന്താണ് ഇഷ്ടത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വേർഡ്സ് പഠിച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ബുക്കിൻ്റെ ഇംഗ്ലീഷ് വൊക്കാബുലറിയുടെ ബുക്ക് വാങ്ങിച്ചു വെച്ച് പഠിക്കുക. അതിൽ ഇത്രയും വേർഡ്സ് വെച്ച് ഡെയിലി പഠിക്കുമെന്ന് മനസ്സിലാക്കിയെടുക്കുക. ഇനി അടുത്ത ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ സെക്ഷനാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഗ്രാമറിൽ എപ്പോഴും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബുക്ക് എന്ന് പറയുന്നത് നീതു സിംഗിൻ്റെ ബുക്കാണ്. പക്ഷെ അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ലെവലിലാണ്. അത്യാവശ്യം SSC CGL ലെവലുകാർക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ബുക്കാണ്. നിങ്ങൾക്ക് MTSകാർക്കും പഠിക്കാം, ഇല്ല എന്നല്ല. പക്ഷെ അത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണ് ഞാനത് ഇവിടെ വയ്ക്കാത്തത്. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ശരിക്കും പറഞ്ഞാൽ SSC ഇംഗ്ലീഷിൻ്റെ ഈ പറയുന്ന പിനാക്കിളിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഉണ്ട്. അതായത് ഗ്രാമർ സെഷൻസ് ഉൾപ്പെടെയുള്ള എറർ സ്പോട്ടിങ്ങും അങ്ങനത്തെ കുറേ സാധനങ്ങൾ വരുന്ന ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതെന്ത് ചെയ്യുക, റെഫർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്കിപ്പം ഗ്രാമർ ഒന്നേന്ന് പഠിച്ചു തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. വേണമെങ്കിൽ അങ്ങനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതു സിംഗിൻ്റെ ബുക്ക് എന്ത് ചെയ്യുക, റെഫർ ചെയ്യാവുന്നതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിക്കൊള്ളാം. SSC ഇംഗ്ലീഷിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻസ് പാറ്റേൺ മാത്രം പഠിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ചാപ്റ്റർ വൈസ് നോളജ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ബുക്സുകൾ, വളരെ കുറച്ച് ബുക്സേ പറഞ്ഞിട്ടുള്ളൂ. കാരണം ബുക്സിൽ നിന്ന് നമുക്ക് കുറേ ഐഡിയാസ് കിട്ടത്തില്ല, അറിയാം. ഇതൊരു പ്രാക്ടീസ് സെഷൻ അല്ലെങ്കിൽ ഒരു നിങ്ങൾക്കൊരു ബൂസ്റ്റർ സെഷനായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോയത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡെയിലി വൊക്കാബ് സെക്ഷൻ ഇംഗ്ലീഷിൽ നിന്ന് അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഗ്രാമർ സെഷൻസ് അറ്റൻഡ് ചെയ്യണം. ഗ്രാമർ സെഷൻസ് അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ടെൻസ് പഠിക്കുമെന്ന് വിചാരിക്കണം, നാളെ ഞാൻ നൗൺസിനെ കുറിച്ച് പഠിക്കും, അല്ലെങ്കിൽ ആർട്ടിക്കിൾസിനെ പറ്റിയിട്ട് പഠിക്കും. അങ്ങനെ ഓരോ ഡേയ്സും ഇന്ന സബ്ജക്റ്റ് വീതം ഞാൻ പഠിച്ചു പോകും. ഗ്രാമറിൽ നിന്ന് ഞാൻ കവർ ചെയ്ത് സിലബസ് കവർ ചെയ്ത് പോവും. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ചെയ്ത് പഠിക്കുമെന്ന് ആഗ്രഹിച്ച ആ ഒരു രീതിക്ക് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ സ്ട്രാറ്റജീസ് നമ്മൾ എന്ത് ചെയ്യും പിന്നാലെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ചെയ്യുന്നത് ബുക്സിൻ്റെ കാര്യം മാത്രമാണ്. ആ ബുക്സിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു വെച്ച് പഠിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. കുറച്ചും കൂടെ കൺവേയബിൾ ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ക്ലാസ്സസ് തന്നെയാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ അഡോപ്റ്റ് ചെയ്ത് ഫോളോ ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.